നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ കാലത്തിനൊപ്പം ഓടിയെത്തുന്ന സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിൽ അബുദാബി ഒരു പടി കൂടി മുന്നോട്ട്. പരിസ്ഥിതി സൗഹൃദപരമായ ഊർജ്ജ സംവിധാനങ്ങളിലേക്ക് മാറുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ സംവിധാനം ഏറെ ശ്രദ്ധേയമാകുന്നത്. അഡ്നോക് ഡിസ്ട്രിബ്യൂഷനും ടെറ ടെക് ലിമിറ്റഡും ചേർന്ന് ആരംഭിച്ച നൂതന സംരംഭമായ ആദ്യത്തെ ഇലക്ട്രിക് മോട്ടോർ ബൈക്ക് ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷനാണ് അബുദാബിയുടെ പുതിയ കാൽവയ്പ്. ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായ തുകയിൽ 14 കോടി ദിർഹം അബുദാബി പോലീസ് തിരിച്ചുപിടിച്ചു. കഴിഞ്ഞ 2 വർഷത്തിനിടെ നടന്ന തട്ടിപ്പുകളിൽ നഷ്ടമായ തുകയാണ് തിരിച്ചുപിടിച്ചത്. ഈ തുക യഥാർത്ഥ ഉടമകൾക്ക് തിരികെ നൽകി. സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് 15,642 കേസുകൾ പോലീസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇത് എമിറേറ്റിലെ വർദ്ധിക്കുന്ന ഡിജിറ്റൽ തട്ടിപ്പുകളുടെ വ്യാപ്തിയെ വ്യക്തമാക്കുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. UAE-യിലെ റോഡിലൂടെ ടുക് ഓട്ടോ ഓടുമോ എന്ന ചോദ്യം സജീവം. റോഡിലൂടെ ഓടാൻ സാധ്യത കുറവാണെങ്കിലും റിസോർട്ടിലും ഹോട്ടലിലുമൊക്കെ അതിഥികളെ സ്വീകരിക്കാനും ലഗേജുമായി വേഗത്തിൽ സഞ്ചരിക്കാനും ടുക് ഓട്ടോ എത്തുമെന്നാണ് റിപ്പോർട്ട്. ചൈനീസ് ആസ്ഥാനമായുള്ള ഇലക്ട്രിക് ടുക് കമ്പനി UAE-യിൽ വിപണി കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ടാക്സികളിലും ആഡംബര വാഹനങ്ങൾക്കും സ്മാർട്ട് വേഗപ്പോട്ടുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങി അജ്മാൻ. പുതിയ സംവിധാനത്തിലൂടെ വാഹനത്തിന്റെ തത്സമയ സ്ഥാനം അടിസ്ഥാനമാക്കി വാഹനത്തിന്റെ വേഗത ഓട്ടോമാറ്റിക്കായി നിയന്ത്രിക്കും. UAE-യിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. വിദേശത്ത് ജോലി നേടുന്നതിന് ആവശ്യമായ നൈപുണ്യ വികസനത്തിനും യാത്രയ്ക്കും സഹായം നൽകുന്ന നോർക്കയുടെ പദ്ധതി. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവരുടെ നൈപുണ്യ വികസനത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതിലൂടെയും യാത്രാ ചെലവുകൾ വഹിക്കുന്നതിന് സഹായം നൽകുന്നതിലൂടെയും തൊഴിൽ തേടി വിദേശത്തേക്ക് പോകുന്നവരെ സഹായിക്കുന്നതിനാണ് നോർക്ക ശുഭയാത്ര പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പദ്ധതി പ്രകാരമുള്ള വായ്പകൾ ധനകാര്യ സ്ഥാപനങ്ങൾ വഴി പലിശ ഇളവോടെ അനുവദിക്കും. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സ്.